യുവാവ് അറസ്റ്റിൽ. അനധികൃതമായി മോഡിഫൈ ചെയ്ത വണ്ടിയായിട്ട് പോയ യുവാവ് അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു വന്നൊരു തമാശക്ക്. എനിക്ക് ഇന്നേ വരെ MVDയുടെ ഭാഗത്തുനിന്നോ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ മീറ്റ് ചെയ്തേക്കണേൽ എനിക്ക് ഏറ്റവും സിമ്പിളും ഹമ്പിളും ആയിട്ട് തോന്നിയത് നമ്മുടെ അർജുന അശോകനെയാണ്. സൂപ്പർ ബൈക്സിൽ ഏത് ബൈക്സ് വേണമെങ്കിലും എന്നെ കൊണ്ട് എടുത്തു തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ഹൈവേസിൽ ഇടക്കിടക്ക് കുഴി വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടെ നിന്ന് നേരെ ബൈക്ക് നമ്മളെടുത്തിട്ട് വാളയാറ് പോവുക, ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് ബൈക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ ഓടിക്കാൻ സൂപ്പറാണ് സൂപ്പർ ബൈക്ക്. ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു കിടിലൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്. എന്നൊക്കെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നല്ലത് വൺ ലൈഫ് ലിവ് ഇറ്റ് എന്നുള്ള ടൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി മുക്കാൽ പേർക്ക് മനസ്സിലാവും ആരാളെന്ന്. റോജൻ ബ്രോ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്താണ് വൺ ലൈഫ് ലിവ് ഇറ്റ്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. വൺ ലൈഫ് ലിവ് ഇറ്റ് എന്ന് മെയിൻലി പറയാം, ഒരു ജീവിതം അത് നമ്മൾ ജീവിച്ച് തീർക്കണം, അടിച്ച് പൊളിച്ച് തീർക്കണം, അത്രേ ഉള്ളൂ. അതാണ് എൻ്റെ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൺ ലൈഫ് ലിവ് ഇറ്റ്. ലിവ് ഇറ്റ് അതാണ് മെയിൻ മോട്ടോ ഓഫ് ലൈഫ്. അതെ, അടിപൊളി. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇഷ്ടംപോലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ചന്നം പിന്നെ സൂപ്പർ ബൈക്സ് കൊണ്ട് അമ്മാനെ പാടുന്നൊരു പരിപാടി നമുക്ക് കാണാം. അപ്പോൾ എപ്പോൾ തുടങ്ങിയ പരിപാടിയാണ്, അല്ലെങ്കിൽ എന്ന് തുടങ്ങി സൂപ്പർ ബൈക്സിനോടുള്ള പ്രേമം? പ്രേമം എന്ന് പറഞ്ഞത് പണ്ട് ഒരു 2004 ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ധൂം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ ജോൺ അബ്രഹാം ഹയാബൂസയിൽ വന്നൊരു സീനുണ്ട്. അത് അതെ, എല്ലാവരുടെയും മൈൻഡിൽ അതായിരിക്കും, ഒരു ബ്ലാക്കും റെഡും വണ്ടി. അങ്ങനെയാണ് ഞാൻ സൂപ്പർ ബൈക്സ് എന്താണെന്ന് ഞാൻ കാണുന്നത്. ഞങ്ങൾ സ്കൂൾ ടൈമിൽ നമ്മൾ PT ടൈമൊക്കെ ഉണ്ടാകുന്ന സമയത്തും ഞാൻ പിള്ളേരെയൊക്കെ ഇട്ട് ധൂം കളിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ കൂടെ ഹയാബൂസ ഇരിക്കണമല്ലോ പിള്ളേരുടെ ഒരു സ്റ്റേജിൽ. അങ്ങനെയാണ് ഇതിൻ്റെ എനിക്കൊരു ക്രേസ് തുടങ്ങിയത്. വണ്ടി പ്രാന്ത് ധൂമെന്ന് തുടങ്ങിയതാണ്. അതെ, സൂപ്പർ ബൈക്സിനോടുള്ള ഭ്രാന്ത് അവിടെ നിന്ന് തുടങ്ങിയത്. എന്നിട്ട് അവിടുന്ന് ഓവർ പീരീഡ് ഓഫ് ടൈം മാറുന്തോറും ഓരോ ബൈക്സ് ഇറങ്ങും. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ആദ്യം വാങ്ങിച്ച വണ്ടി ഏതാ? ആദ്യമായിട്ട് എൻ്റെ പേഴ്സണൽ വണ്ടി എന്ന് പറയാൻ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. എൻ്റെ UK അങ്കിള് ഒരു 2017 ജാനുവരിയിൽ എനിക്കൊരു ബൊലേറോ ഗിഫ്റ്റ് ചെയ്ത്. അത് എൻ്റെ ഇഷ്ടപ്രകാരം ബൈക്സ് ആണ് ആദ്യം നോക്കിയത്. പക്ഷേ ബൈക്സ് കുറച്ച് ആ സമയത്ത് എനിക്കൊരു 17-18 ഇയേഴ്സ് ആവണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് ബൈക്സ് അത്ര സേഫ് അല്ലെന്ന് പറഞ്ഞിട്ട് നീ ആദ്യം തന്നെ ഇങ്ങനെ സൂപ്പർ ബൈക്സിലേക്കൊന്നും പോകണ്ട, നീ കാറാണ് സേഫ്, അതെ കാറാണ് സേഫ്. അപ്പം അങ്ങനെ എനിക്കൊരു കാർ വാങ്ങിച്ചു തരാണ്. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഏകദേശം ഒരു 1.75 lakhs ആക്സറീസ് ആ സമയത്ത് സ്വന്തമായിട്ട് ഏൺ ചെയ്ത്, എനിക്ക് തോന്നുന്നു 2017 കാലഘട്ടങ്ങളിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് ഞാൻ അതിലേക്ക്. അത് 18 വയസ്സുള്ളപ്പോൾ 1.75 lakhs എത്രയായിരുന്നു സ്വന്തമായിട്ട് ഏൺ ചെയ്തെന്ന് പറഞ്ഞിരുന്നത്? അല്ല, 1.7 lakhs rupeesന്റെ ആക്സസറീസ് വണ്ടിയിൽ ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തം പൈസക്ക്. അതെ, കോളേജ് പോയിന്റ് ബോയ്സ് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ അതിന്റെ രസം വേറെ ഉണ്ടാവും. അത് കോളേജ് ടൈം കഴിഞ്ഞിട്ട് എൻ്റെ ബ്രദറിന്റെ DMH ടയർസ് ആൻഡ് കാർ മോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു മാരടിയിൽ. ഓക്കെ, ഞാൻ അവിടെ പാർട്ട് ടൈം വർക്ക് ചെയ്യുമായിരുന്നു. പിന്നെ ഒരുപാട് മോഡിഫിക്കേഷൻ വർക്ക് ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്തു. നമ്മളിങ്ങനെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവിടെ വർക്കേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബൊലേറോയിലാണ് തുടങ്ങിയത്. അതെ. എന്തൊക്കെയായിരുന്നു ബേസിക് മോഡിഫിക്കേഷൻ? വണ്ടി ഞാൻ പുറത്തിറക്കണത് കണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ സ്റ്റോക്ക് കണ്ടീഷനിലാണ്. MVD സമ്മതിക്കില്ല എന്നുള്ള അവസ്ഥയിലാണ്. ആയിട്ട് ഭയങ്കര വലിയൊരു സ്റ്റോറിയുള്ള ഒരാൾ കൂടിയാണ്. ആണോ? ഫൈൻ അടിച്ചിട്ടുണ്ട്? ഇഷ്ടം പോലെ ഫൈൻ അടിച്ചിട്ടുണ്ട്. നമ്മൾ കേരള റോഡിൽ മര്യാദ ഓടിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളത്. 2018 ഫ്ലഡിലൊക്കെ അത്യാവശ്യം ഞാൻ കുറച്ച് ആക്റ്റീവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2019 മാർച്ച് ഇയർ എൻഡിങ്, അവരുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൻ്റെ സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഞാനിങ്ങനെ പനമ്പള്ളിയിൽ എൻ്റെ ഫാമിലിയായിട്ട് ഇങ്ങനെ ഡിന്നറിന് പോയ സമയത്താണ് ഞാനിങ്ങനെ നോർമലി വണ്ടി ഓടിച്ചുകൊണ്ട സമയത്ത് റൈറ്റ് സൈഡിലായിട്ടൊരു മോട്ടോർ വെഹിക്കിളിൻ്റെ ഇൻ്റർസെപ്റ്റർ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ മദർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ഉണ്ടായിരുന്നു, ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. അവിടെ റോഡിൽ എന്നെ കണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇവരെ ഞാൻ ബർഗ് ജംഗ്ഷനിലേക്ക് കയറ്റി വിട്ടിട്ട് ഞാൻ ഫ്രണ്ടിലേക്ക് പോയി. റൈറ്റ് എടുത്ത് നമ്മുടെ പനമ്പള്ളിയുടെ റെയിൽവേ ക്രോസ് ഇല്ലേ, അവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇവരെന്നെ ബാക്കിൽ പയ്യെ ലൈറ്റ്സ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫോളോ ചെയ്ത് വന്ന് അതിന് വഴി ഇങ്ങനെ കുറച്ച് ചെറുതായ സമയത്ത് അപ്പം തന്നെ അവർ സൈറിനൊക്കെ ഇട്ട് ക്രോസ് വെച്ച്. ഞാൻ നോർമലി എനിക്കറിയാം ഞാനിത് ഓൾറെഡി എനിക്ക് ഉറപ്പാണ് എന്നെ പിടിക്കാൻ വേണ്ടിയാണല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും പിടി കൊടുക്കണം.
അപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന് എന്താ സാറേ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ തന്നെ പുള്ളി ആദ്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിച്ച ചോദ്യം നീ എന്ത് ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞ് ഞാൻ പഠിക്കുകയാണ്. അതിന് എന്നിട്ടാണ് നീ തോന്നിവാസം മൊത്തം വണ്ടിയിൽ കാണിച്ചു വെച്ചേക്കണെന്ന് ചോദിച്ചു. ഫസ്റ്റ് പുള്ളിക്ക് എന്നെ അറിയില്ല, എനിക്ക് പുള്ളീനെ അറിയില്ല. അപ്പോൾ എങ്ങനെ സംസാരം എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു സാർ ഇതെൻ്റെ പാഷനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇപ്പോൾ ടയേഴ്സ് ആണെങ്കിലും അതിൽ കുറേ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഫ്രണ്ടിൽ ഫോഗ് ലാംപ്സ് ഉണ്ട്, അതൊന്നും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാനെപ്പോഴും കവർ ചെയ്ത് വെക്കണം. അപ്പോൾ അവർക്ക് ഓൾറെഡി മനസ്സിലായി. എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു എടാ എനിക്ക് മനസ്സിലായി നീ ഒരു മര്യാദക്കാരനാണെന്ന്. എന്നിട്ട് അവരപ്പോൾ തന്നെ അവരുടെ ഇതെടുത്ത് ഒരു ചെക്ക് ലിസ്റ്റ് എന്തുകൊണ്ട് എന്തൊക്കെ വണ്ടിയിൽ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു, ഞാൻ നിന്നെ പിടിക്കുമ്പോൾ എന്തൊക്കെ ഫിറ്റിങ്സ് ഉണ്ടായിരുന്നു അവർ നോട്ട് ചെയ്യണം. അപ്പം അങ്ങനെ നോട്ട് ചെയ്യാൻ അവർക്ക് തന്നെ ഇതിൻ്റെ പേരൊന്നും അറിയില്ല. അപ്പം ഞാൻ തന്നെ അവർക്ക് എന്തൊക്കെ ഫിറ്റിങ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതി ലാസ്റ്റ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എടാ മതിയടാ പേപ്പർ തീർന്നു, ഇനി നീ ബാക്കിയുള്ള വിട്ടേക്കെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒരു പണി ഫൈൻ അടക്കണോ അല്ലെങ്കിൽ വണ്ടി നീ അഴിച്ച് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി ഞാൻ ഫുൾ ഫിറ്റിങ്സ് അഴിച്ച് കാണിക്കാം. അന്ന് ആക്ച്വലി DMH ടയേഴ്സ് ആൻഡ് കാർ മോഡ്സ് ഉള്ളപ്പോൾ എനിക്ക് വേറെ ടെൻഷനില്ല. നേരെ പോവുക, ഈ ഫിറ്റിങ്സ് ഒക്കെ അഴിക്കാൻ പറയുക, അവരെല്ലാവരും കൂടെ കയറി അഴിക്കും, ഞാനും കൂടെ നിൽക്കും അവരുടെ കൂടെ. അഴിച്ച് ഞങ്ങൾ സ്റ്റോക്കാക്കി പോയി ഈസിയാണ്. അപ്പോൾ എനിക്ക് അതാണ് കൂടുതൽ കൺവീനിയൻ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ പുറത്തുനിന്ന് സാറേ കഞ്ചാവാണോ, അപ്പോൾ ഇവരുടെ ഒരു വണ്ടിയും കൂടെ വന്ന്, അപ്പോൾ മൊത്തം 2 വണ്ടിയും ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8, ഒരു വണ്ടിയിൽ 4 പേര് വെച്ച് 2 വണ്ടിയിലൂടെ 8 പേരോളം ഉണ്ടായിരുന്നു ഓഫീസേഴ്സ്. അതിൽ ലീഡ് ചെയ്തത് ഒരു എനിക്ക് തോന്നുന്നത് 3 സ്റ്റാർ കാറ്റഗറി ഉള്ളൊരു പുള്ളിയായിരുന്നു. അവരുടെ ട്രെയിനിങ് ഒന്നും നടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അത്ര വലിയ ഒഫൻസ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ വണ്ടിയിൽ എൻജിൻ പരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എക്സോസ്റ്റോ അങ്ങനെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെയുള്ളത് കുറച്ച് ടയേഴ്സ്, ആൻറ്റിന, ബുൾബാർ, ലിംബ്രൈസർ, ലൈറ്റ്സ്, അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ സൗകര്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളി ബേസിക്കലി എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒരു പണി എന്തായാലും ദൂരി കാണിക്കും. അത് കഴിഞ്ഞിട്ട് പുള്ളി പോയി എനിക്കിതെല്ലാം എഴുതി തന്നു. നമ്മൾ ഫോട്ടോ എടുക്കും, സ്റ്റോറി ഇടും. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മോട് ചോദിക്കും, അതങ്ങനെ ചർച്ച ചെയ്യുകയും. അപ്പം ഞാൻ വെറുതെ എൻ്റെ ഫാമിലി എടുത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊക്കെ ഹാപ്പിയാണ്. ഓൾറെഡി അറിയാം ഞാനത് ഹാൻഡിൽ ചെയ്യുമെന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഷു എന്താല്ലേ നാളെ പത്രത്തിൽ വരണം, യുവാവ് അറസ്റ്റിൽ, അനധികൃതമായി മോഡിഫൈ ചെയ്ത വണ്ടിയായിട്ട് പോയ യുവാവ് അറസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു വന്നല്ലോ തമാശക്ക്. അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തമാശക്ക് പറഞ്ഞ്. അപ്പോൾ ഫ്രൈഡേ ആണ് പിടിച്ചതെന്ന് എൻ്റെ ഓർമ്മ. സാറ്റർഡേ നോർമലി നമ്മൾ എൻജോയ് ചെയ്ത കാണുന്നു. സൺഡേ രാവിലെ കോൾസോട് കോൾസ് ഫോണിൽ. അപ്പോൾ നിർത്താണ്ട് കോൾ. അപ്പോൾ ഞാൻ വെച്ചാൽ എന്ത് പറ്റി, എല്ലാവരും വിളിക്കാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാം ജസ്റ്റ് തുറന്നപ്പോൾ തന്നെ കുറേ മെൻഷൻ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, മലയാളം മനോരമ, അങ്ങനെ ഒന്നില്ല. അനധികൃതമായി മോഡിഫൈ ചെയ്ത 90 എത്രയോ ഞാൻ ഓർക്കാനുള്ള കറക്റ്റ് നമ്പർ, അത്തരം വണ്ടികൾ പിടികൂടി എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അതിൻ്റെ അത് എന്തോ ഞാൻ 15 ലക്ഷം രൂപയുടെ ആക്സറീസ് എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്ന് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഓരോ പത്രത്തിൽ വേറെ വേറെ ടൈപ്പ് സ്റ്റോറി ആയിരുന്നു. അതൊക്കെയാണ്. എന്നിട്ട് അന്നത്തെ കാലത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ അബി, അമൽ, അനന്തു, 3 പേരും ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ടാവും. ഏകദേശം ഒരു 22 വർഷത്തെ ബന്ധുവാണ്. ഞങ്ങൾ 3 കൂടെ ഇറങ്ങി എല്ലാ പത്രവും കളക്ട് ചെയ്യാം. ഇതെല്ലാം ഞാനന്ന് എവിടേക്ക് ന്യൂസ് ഉണ്ടെന്ന് പത്രത്തിൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറച്ച് പത്രത്തിലുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ കട്ടിങ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. എന്നിട്ട് ഫൈനലി ഫൈൻ അടച്ചാൽ അത് ആഴ്ച കൊണ്ട് കാണിച്ചു. സത്യം പറഞ്ഞതിന് ഞാൻ അതിൻ്റെ പുള്ളിനെ വിളിച്ച് അപ്പം എൻ്റെ RC ബുക്ക് കൊണ്ടുപോയിട്ടുണ്ടായി. എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഒരു മര്യാദക്കാരനായതുകൊണ്ട് ഞാൻ വണ്ടി കൊണ്ടുപോകണില്ല, പകരം നീ നിൻ്റെ RC ബുക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് അല്ലേ, RC ബുക്ക് കൊടുത്തു വിട്ട്. പുള്ളി ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു സാർ ഞാൻ വരണോ, RC ബുക്ക് എനിക്കൊന്ന് എത്തിച്ചേരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു എടാ അങ്ങനെ ഒരു വകുപ്പ് നമ്മുടെ ഇതിലില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു സാധാരണ വണ്ടി മോഡിഫൈ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പുറത്തെ രാജ്യങ്ങളിൽ ഗിഫ്റ്റൊക്കെ കിട്ടും, അതിനെന്താ നീ വാ നിനക്കുള്ള ഗിഫ്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ സമയം പോലെയൊക്കെ പറഞ്ഞ് വണ്ടി സ്റ്റോക്കാക്കി നേരെ ചെന്ന് പുള്ളി വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത്. അപ്പം ഞാൻ ഫ്രണ്ടിൽ ബമ്പർ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ബമ്പറിൽ മെറ്റൽ ബമ്പർ തന്നെ ബോലേറോടെ വരുന്നത്. ആ വണ്ടിയിൽ മെറ്റൽ ബമ്പർ ഞാൻ പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് ഉണ്ടാക്കിയ ബമ്പറായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് ബമ്പർ മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു മെറ്റൽ ബമ്പർ തന്നെയാണ്, കുഴപ്പമില്ല. ടയറൊക്കെ
നമ്മളെല്ലാം മാറ്റി സ്റ്റോക്ക് നോർമലാക്കി ആക്കി ഫുൾ സ്റ്റോക്കാക്കി. അതിൽ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയോ പോയ അവരുടെ ഒരു ഡ്രൈവറോ ആരോ വന്നിട്ട് പറഞ്ഞു സാർ നമ്പർ പ്ലേറ്റിൻ്റെ സൈസ് ചെറുതാണ്. അപ്പോൾ നമുക്കത് പിന്നെ മോനെയായി. അപ്പം ഞാൻ പറഞ്ഞ് നമ്പർ പ്ലേറ്റ് ഞാൻ മാറ്റിയിട്ട് സാറിന് ഞാൻ ഫോട്ടോ വാട്സാപ്പിൽ എടുത്ത് അയച്ചുതരാം. ആ എന്നാൽ പോട്ടെ, അപ്പോൾ ഫൈൻ അടക്കാമല്ലേ. അപ്പം ഞാൻ ചേച്ചി ഇത്ര മാറ്റുകയും ചെയ്ത് ഇനി ഫൈൻ കൊടുക്കണം. പുള്ളി പറഞ്ഞു ആ പിന്നല്ലാണ്ട് റെക്കോർഡ് ആയതല്ലേ പോരാതിന് പത്രത്തിലും വന്നു, ഇനി നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാ ചെറിയൊരു എമൗണ്ട് അടക്കാന്ന് പറഞ്ഞു. ചെറിയ എമൗണ്ടാ, വലുത് തന്നെയാണ് എന്ന് പറഞ്ഞ് കുറേ സംസാരിച്ച്. പിന്നെ ഞാൻ പുള്ളിയുടെ പേര് കാര്യങ്ങളൊന്നും പറയാനുള്ള ഒരു തുച്ഛമായ എമൗണ്ടിൽ എന്നോട് സഹതാപം തോന്നിയിട്ട് പുള്ളി പറഞ്ഞ് നിനക്ക് 500 രൂപ ആണെങ്കിൽ ഞാൻ തരാം. അപ്പോൾ പുള്ളി പറഞ്ഞ എമൗണ്ട് എത്രയെങ്കിലും ഒരു 500 രൂപ കൂടെ വേണം ലാസ്റ്റ് ഏറ്റവും ഫൈനൽ അടക്കാൻ പറഞ്ഞ എമൗണ്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടായത് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു ബാർഗെയിനിങ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു ലാസ്റ്റ് ചെറിയൊരു എമൗണ്ടിന് പുള്ളി മോനെ ചെല്ലുന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു മുഴുവൻ കച്ചറയല്ല. അല്ല എനിക്ക് ഇന്നേ വരെ MVDയുടെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് അവരെന്നെ ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും ആ പിടിച്ച ആളായിട്ട് എന്നെ കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കമ്പനി ഉണ്ട്. അതൊക്കെ പറഞ്ഞു സോൾവ് ആക്കി വിട്ട്. ആ എമൗണ്ട് ഞാൻ പറയണില്ല, വെറുതെ ഇനിയുള്ള നമ്മുടെ വീഡിയോസ് ഇപ്പൊ കാണുന്ന ആൾക്കാർക്കാണെങ്കിലും വെറുതെ പ്രചോദനം കൊടുക്കണം. പക്ഷെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു, ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു സാർ ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വണ്ടിയിൽ എല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്യും. ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ ധൈര്യമായിട്ട് സ്റ്റോക്ക് ചെയ്തോ, വണ്ടി എവിടെ വെച്ച് കണ്ടാലും ഞാൻ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആരും ഇതൊക്കെ കേട്ടിട്ട് പോയി തിരിച്ചുപോയി ആക്രമണത്തിനൊന്നും നിൽക്കരുതെന്ന് ഞാൻ പ്രത്യേകം പറയാണ്. ഞാൻ പറയുമ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റോറിയാണ് ഇത്. അപ്പൊ അവരെല്ലാം അങ്ങനെ ചെയ്യരുത്. അടുത്തത് സൂപ്പർ ബൈക്സിന്റെ കേസ് ആണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആദ്യമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്ത വണ്ടി ഏതായിരുന്നു? Z800 ആണ്. Z800 അത് ഏത് ഇയറില? അതൊരു 2018 പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. എറണാകുളത്ത് വേറെ ഇഷ്ടം പോലെ ഡീലേഴ്സ് ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതായത് സൂപ്പർ ബൈക്സ് അവൈലബിൾ ആണോ ആ സമയത്ത് ഇപ്പൊ ഉള്ള പോലെ? ഇപ്പൊ സൂപ്പർ ബൈക്സ് ഉള്ളതെന്ന് വെച്ചാൽ കോമ്പറ്റേറ്റേഴ്സ് എന്ന് പറയാം. കാരണം അതിൽ ബെസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ പറയാനാണെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു 2010, 11, 12 ഈ കാലഘട്ടങ്ങളിൽ സൂപ്പർ ബൈക്സ് ഒന്നും കേരളത്തിൽ അധികം ഇല്ല, വളരെ കുറച്ച് ആൾക്കാർ അല്ലേ, അത് ഓനും അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കുറച്ച് ആൾക്കാരുണ്ട് ആ സമയത്തുള്ള. അവരുടെ കാര്യം വേണമെങ്കിൽ ഞാൻ പറയാം. സാത്തദ് മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്, ഞങ്ങളുടെ സാത്തിക്ക നമ്മുടെ പാലാരിവട്ടം സിഗ്നലിൽ R1 ആയിട്ട് MH രജിസ്ട്രേഷൻ. അന്ന് MH രജിസ്ട്രേഷൻ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം, അണ്ടർവേൾഡ്, കാരണം നമ്മളെത്ര ഞാൻ 8th or 9th പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ആ സമയത്ത് കാണുമ്പോൾ ആ ഒരു ഫീലാണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ തോപ്പുംപടി പാലത്തിൻ്റെ മേളിൽ R1 90 ഡിഗ്രി വീലടിച്ചുകൊണ്ട് നിൽക്കണ അനൂജേട്ടൻ. പിന്നെ എല്ലാവർക്കും അറിയാവുന്നത് ഒരു 2000 അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വന്ന ഒരാളാണ് അമിത് ചക്കാലക്കൽ. അതെല്ലാവർക്കും അറിയാൻ പറ്റും. പുള്ളിയും കവാസാക്കിയുടെ ZX 14R MG റോട്ടിൽ വീലടിക്കുന്ന ഫോട്ടോ ഇന്നും എറണാകുളം നോർത്ത് ട്രാഫിക്കിന്റെ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. റാഷ് ഡ്രൈവിംഗ് എന്തോ ഒഫൻസീവ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ വെച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ മനസ്സിലുള്ള സൂപ്പർ ബൈക്ക് ഡീലർ. അതെ, അവരൊക്കെയാണ് നമ്മുടെ ശരിക്കും ഇതിൽ നമ്മൾ സൂപ്പർ ബൈക്സ് കണ്ടിരിക്കുന്ന ആൾക്കാർ. എല്ലാവരെയും നല്ല കമ്പനിയാണ്. അമിത് കലക്കലായിട്ട് ചെറിയൊരു പുള്ളി ഫിലിമിലൊക്കെ പോയതുകൊണ്ട് ചെറിയൊരു കണക്ഷൻ കുറവുണ്ട്. ബാക്കി അനുജേട്ടനും സാത്വികയും ഡെയിലി മിക്കപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, കാണാറുണ്ട്, ഇപ്പോഴും വീഡിയോസും ചെയ്യാറുണ്ട്. സെലിബ്രിറ്റീസ് ഒക്കെ ആയിട്ട് സെലിബ്രിറ്റീസിന് വണ്ടി കൊടുത്തിട്ടുണ്ടാവും. സെലിബ്രിറ്റീസിന് വണ്ടി ഇതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, കൊടുക്കണമെന്നുണ്ട്. ആരെങ്കിലും ഒക്കെ ആയിട്ട് കമ്പനി ഉണ്ടാവും. കമ്പനി എന്ന് പറയാൻ വേണ്ടി ഞാൻ മീറ്റ് ചെയ്തേക്കണേൽ എനിക്ക് ഏറ്റവും സിമ്പിളും ഹമ്പിളും ആയിട്ട് തോന്നിയത് നമ്മുടെ അർജുന അശോകനെയാണ്. പുള്ളിയാണ് ഞാൻ ഇതുവരെ മീറ്റ് ചെയ്തതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പേഴ്സൺ. പുള്ളിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അറിയപ്പെടുന്ന ഒരു വണ്ടി പുള്ളിക്ക് ബബിൾ ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു കാർ വാഷും ഈ ബൊലേറോ ആയിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾ? ബൊലേറോ ആയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം മുതുമലൈ ടൈഗർ റിസർവ് ടു ബന്ദിപ്പൂർ ഫോറസ്റ്റ് ആണ്. അവിടെ വെച്ചാണ്
ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ടൈഗർ എന്താണെന്ന് റിയൽ കണ്ടിട്ടുള്ളൂ. ലെപ്പേർഡിനെയൊക്കെ ഇഷ്ടം പോലെ കാണാം അവിടെ പോകുമ്പോൾ. പക്ഷെ ഒരു റിയൽ ടൈഗറിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മുതുമല ടൈഗർ റിസർവ് എന്ന് പറഞ്ഞ ഫോറസ്റ്റിൽ വെച്ചാണ്. എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എന്താ പറയുക ഒരു ട്രാവൽ എക്സ്പീരിയൻസ് അതാണ്. അത് പകല് ടൈഗർ റിസർവിന്റെ അവര് കൊണ്ടുപോയതാണോ അതോ നോർമലി വണ്ടി ഓടിച്ചു പോകുമ്പോൾ കണ്ടാണോ? അപ്പൊ ഞങ്ങളൊരു ഡ്രൈവർ എന്ന് പറഞ്ഞതിനെക്കാട്ടും ഇഷ്ടം ഞങ്ങളൊരു ഫ്രണ്ട്, പുള്ളിയാണ് എപ്പോഴും പറയും ഇതാ പുലി പുലി അല്ലെങ്കിൽ ആന ആന എന്ന് പറയും. പക്ഷെ ഈ പ്രാവശ്യം പുള്ളി ശരിക്കും പുലി എന്ന് പറയുമ്പോൾ ആരും ആദ്യം മൈൻഡ് ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇന്നും എൻ്റെ മനസ്സിൽ ആ ഒരു വിഷ്വൽ ഉണ്ട്. ഒരു ട്രീ, അതിന്റെ മേളിൽ ടൈഗർ നിൽക്കണായിരുന്നു. നേരെ ചാടി ഇറങ്ങി താഴ്ത്തി ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ചാടി ഇങ്ങനെ പിടിച്ചിറങ്ങി, എന്നിട്ട് ഇങ്ങനെ നോർമലി ഇങ്ങനെ നടന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഒന്ന് വലിഞ്ഞ് കാട്ടിലേക്ക് പോയി. ഒരു വ്യൂ തന്നിട്ട് തിരിച്ചു പോയി. അതെ, അത് ഭയങ്കര പകല് തന്നെയായിരുന്നു. പകല് എന്ന് പറഞ്ഞ ഒരു എനിക്ക് എൻ്റെ കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഞാൻ ഒരു 10-17 പ്രാവശ്യം ബന്ദിപ്പൂർ പോയിട്ടുണ്ട്. പക്ഷെ പുലിനെ പുലിയല്ല, കടുവേന ടൈഗർ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. ലെപ്പേർഡിനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അവിടെ പോയി കഴിഞ്ഞാൽ ഗ്യാരണ്ടി ആയിട്ട് കാണാൻ പറ്റിയ ആനിമൽസ് ആണ് ലെപ്പേർഡ്, എലിഫന്റ്, ഡിയർ, പിന്നെ പീകോക്കിനൊക്കെ എന്തായാലും കാണും. അതൊക്കെ ഫ്രീ ആണ് പാക്കേജിലുള്ളതാണ്. ബാക്കി ടൈഗറിനെ കാണാൻ കുറച്ച് പണിയാണ്. ഞാൻ 17 പ്രാവശ്യം പോയിട്ട് 1 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പിന്നീട് ഞാൻ പോയത് ഈ ഇടക്ക് ഇപ്പോഴോ പോയി 2000 ആ ഒരു 21 പോയി. പക്ഷെ ഒന്നും കണ്ടില്ല. എലിഫന്റ് ഒക്കെ നോർമലാണ് എനിക്ക് അവിടെ പോകുമ്പോൾ. ടൈഗർ അങ്ങനെ സാധനങ്ങൾ കണ്ടില്ല. ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കണ എവിടെയാ? ഏറ്റവും കൂടുതൽ ദൂരം പോയേക്കണ കർണാടക, ബാംഗ്ലൂർ. അത് ഞാൻ സെൽഫ് ഡ്രൈവ് ചെയ്തു. ഏതെങ്കിലും ഇനി ഒരു ട്രിപ്പ് പെൻഡിങ്ങിന് പ്ലാൻ മനസ്സിലിട്ട്? ഒരുപാടുണ്ട്. സമയവും അതുപോലെ സാമ്പത്തികവും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാതെ ബാങ്കിലൊരു ഇത്ര എമൗണ്ട് കിടക്കുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു ടൈമിൽ ഞാൻ ഇറങ്ങാന്ന് വിചാരിച്ചു. അതിനുവേണ്ടി വർക്ക് ചെയ്യണം ഇപ്പോഴും. ഓൾ ഇന്ത്യ, മനാലി അങ്ങനെ എന്തെങ്കിലും? അല്ല, അതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും ഉണ്ട്. അത് സൂപ്പർ ബൈക്സ് ഇഷ്ടം പോലെ ഡീൽ ചെയ്യണല്ലേ ഇപ്പോൾ? അല്ലെങ്കിൽ എനിക്കൊരു ബൈക്ക് വേണമെങ്കിൽ ഏതൊക്കെ ബൈക്ക് എടുത്തു തരാൻ പറ്റും? ഏത് ബൈക്ക്, സൂപ്പർ ബൈക്സിൽ ഏത് ബൈക്സ് വേണമെങ്കിലും എന്നെ കൊണ്ട് എടുത്തു തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. H2 ആണെങ്കിൽ മാത്രം കുറച്ച് സമയം വേണം. ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കാം. ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാ ഇതുവരെ ഉപയോഗിച്ചതിലും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അമ്മേനാണ് അച്ഛനാണ് ഇഷ്ടമെന്ന് വെച്ചാൽ എല്ലാ ബൈക്സും എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എന്നെ കുറച്ച് എന്നാലും ഏതെങ്കിലും ഒരു സാധനം ഉണ്ടാവുമല്ലോ ഉള്ളിൽ തട്ടിയിട്ട് ഇത് കിടലും സാധനമാണ്, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കണ്ണടച്ച് എന്ന് പറയുന്ന ഒരു വണ്ടി? അങ്ങനെ പറയാൻ പറ്റിയത് എന്നെ കുറച്ച് എക്സൈറ്റിംഗ് ആക്കിയ ഒരു വണ്ടിനെ പറ്റി ഞാൻ പറയാം. 3 ഉള്ളൂ, പക്ഷെ 4 പെർഫോമൻസ് കാണിക്കും. 3 ഉള്ളൂ, പക്ഷെ 4 പെർഫോമൻസ് കാണിക്കും. പൊളി. പക്ഷെ ഞാൻ ഇത് പറയുമ്പോൾ തന്നെ ഈ വണ്ടിയുടെ ഫാൻ ബേസ് എന്ന് വെച്ചാൽ ഭയങ്കര ഫാൻ ബേസ് ആണ്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ മിക്കവർക്കും വന്നിട്ടുണ്ടാവും, കമൻറ്റും വരാൻ സാധ്യതയുള്ള ഒരു വണ്ടിയാണ്. അതാണ് ട്രയംഫിൻ്റെ ഡേറ്റോണ 675R എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട്. അത് 3 സിലിണ്ടർ ആണെങ്കിലും ഇല്ലേ 4 സിലിണ്ടറിൻ്റെ പെർഫോമൻസ്. അതുപോലെ കൺട്രോളും ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് എങ്ങനെയാണോ പെർഫോം ചെയ്യണത് അതേ സെയിം പെർഫോമൻസ് ഒരു 675cc ബൈക്ക് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് എനിക്ക് ട്രയംഫ് ഡേറ്റോണ എൻ്റെ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഡേറ്റോണയാണ് അപ്പോൾ ഉറക്കത്തിലാണെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ശരിക്കും ഒരു റൈഡിങ് എക്സ്പീരിയൻസ് തോന്നിക്കണമെങ്കിൽ പഴയ വണ്ടി, പുതിയ വണ്ടി ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട് 660cc. അതല്ല, കുറച്ചുകൂടെ പഴയ മോഡൽ 2016-17 ആ മോഡൽ. സൂപ്പർ ബൈക്ക് ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കേരളത്തിൽ അതിനുള്ള സ്ഥലവും റോഡും അവസ്ഥയൊക്കെ ഓക്കെ ആണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെ നിന്ന് നേരെ ബൈക്ക് നമ്മളെടുത്തിട്ട് വാളയാർ പോവുക, ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് ബൈക്ക് ഇറക്കിയിട്ട് അവിടെ നിന്ന് നേരെ ബാംഗ്ലൂർ ഓടിക്കാൻ സൂപ്പറാണ് സൂപ്പർ ബൈക്ക്. കേരളത്തിൽ പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ ഹൈവേസിൽ, പക്ഷെ എന്നാലും ഹൈവേസിൽ ഇടക്കിടക്ക് കുഴി വരുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ എല്ലാവരും നോക്കി ഓടിക്കണം. നമ്മുടെ ഇവിടെ പറയാൻ പറ്റില്ല. വാളയാറൊക്കെ കഴിഞ്ഞാൽ സേലം റൂട്ടൊക്കെ, സേലം കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ആരും തന്നെ റൂട്ടിലുണ്ടാവാറില്ല. കാലി റോഡാണ്, സമാധാനപരമായിട്ട് ഓടിച്ചോ രാവിലേക്ക് പോയി കഴിഞ്ഞാൽ. അതെ, അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്താണ് ഒരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ നമുക്ക് ആ ഒരു സമയം അറിയാൻ പറ്റും. ആ ഒരു ഫീൽ കിട്ടും. നമ്മുടെ നെഞ്ചൊന്ന് കത്തും ചില സമയത്ത്. അതാണ്, അത് പഠിക്കണം. അത് ഇപ്പോഴത്തെ എനിക്ക് കൂടുതൽ ഈ ഇലക്ട്രോണിക്സ് ഉള്ള ബൈക്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം റോ പവർ നിക്കഡ് സാധനങ്ങളാണ് കൂടുതൽ ഇഷ്ടം. അതെ ബ്രോ, ഈ പറയുന്ന ഫുൾ കിറ്റഡ് അപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ പല ടൈപ്പ് സൂപ്പർ ബൈക്സ് ഉണ്ടല്ലോ. സൂപ്പർ ബൈക്സ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് ബൈക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ക്രോസ് കൺട്രി പോകുന്ന ബൈക്സ് ഉണ്ട്,
അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് നല്ല പവറുള്ള കിറ്റഡ് ഫുൾ സാധനങ്ങളുണ്ട്, അല്ലെങ്കിൽ നേക്കഡ് ആയിട്ടുള്ള ബൈക്സ് ഉണ്ട്. അങ്ങനത്തെ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ കൂടുതൽ ഏത് കാറ്റഗറി വണ്ടിയാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അതിപ്പോൾ ഓരോ ചോയ്സാണ്. ഇപ്പോൾ അഡ്വഞ്ചറിലാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാൻ ടൈഗർ. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞൊരു സംഭവമുണ്ട്, ടൈഗറിൻ്റെ ഒരു സൗണ്ട് ഉണ്ട്. ചില വണ്ടികൾ എനിക്ക് ബാക്കിൽ നിന്ന് കാണാൻ ഇഷ്ടം. ഞാൻ പറയുമ്പോൾ എൻ്റെ വീഡിയോസിൽ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഈ ബാക്കിൽ എക്സോസ്റ്റ് വന്ന വണ്ടികളില്ലേ, അതിൻ്റെ ഒരു ബ്യൂട്ടി. ഞാൻ വെറുതെ ഇങ്ങനെ ചുമ്മാ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ട് കുറേ നേരം ഞാൻ ഇങ്ങനെ നോക്കി ആ ഒരു ഫീലിംഗ് എനിക്ക് എങ്ങനെ പറഞ്ഞു തരാം എന്നെനിക്കറിയില്ല, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ചുമ്മാ ഇതുപോലത്തെ നല്ല സൂപ്പർ ബൈക്കൊക്കെ വെറുതെ എവിടെയെങ്കിലും കൊണ്ട് ഫോണൊക്കെ ഓൺ ചെയ്ത് നോക്കുക, ക്യാമറ അല്ലാണ്ട് കണ്ടുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. അത് എനിക്കിഷ്ടമുള്ള സ്ഥലങ്ങളിൽ ബൈക്ക് കൊണ്ട് വെച്ച് വെറുതെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുക. എനിക്ക് അങ്ങനെ കുറേ ക്രേസ് ഉള്ള ഒരാളാണ്. പരിപാടിയാണ്. അതെ, എനിക്ക് ഇതേ ഭ്രാന്തുള്ള വേറെ ഫ്രണ്ട്സും എനിക്കുണ്ട്. അടിപൊളി. ഒരു ഗേൾ ഫ്രണ്ടിനെ കൊണ്ടു നടക്കണ പോലെ കൊണ്ടു നടക്കാം. അതെ, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു എനിക്കിഷ്ടമാണ്. എനിക്ക് ആ 4 സിലിണ്ടർ ഉണ്ട്, 4 പൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു അത് തന്നെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഒന്ന് എന്തെങ്കിലും ഒന്ന് എടുത്ത് നോക്കണേ, 4 സിലിണ്ടർ ബൈക്സിൻ്റെ ആ പൈപ്പില്ലേ, നോക്കാം, ആ പൈപ്പ് വരെ എനിക്ക് അത്ര ഇഷ്ടമാണ്. ബ്രോ വ്ളോഗിങ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ നെഗറ്റീവ് കമൻസ് ഒക്കെ വരാറുണ്ടോ? ആദ്യ കാലങ്ങളിൽ വന്ന് കുറച്ചധികം കൂടുതലുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു പുതിയതായിട്ട് വരുന്ന ഒരാളാണല്ലോ. എൻ്റെ പുതിയ മുഖം, എൻ്റെ സംസാര രീതി, എൻ്റെ മാനറിസം ആയാലും കൊച്ചി സ്ലാങ്ങും മാനറിസം ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ കുറച്ച് നെഗറ്റീവ് കമൻസ് ഒക്കെ വന്നായിരുന്നു. ഞാനത് ചിലത് എൻ്റെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ഞാൻ കൂടുതൽ അങ്ങനെ കമൻസ് വിഷമോ അങ്ങനെ ആദ്യ കാലങ്ങളിലായിരുന്നു. ഇല്ലെന്ന് ഞാൻ നോണാറേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആദ്യ കാലങ്ങളിൽ എനിക്കായിരുന്നു. അത് കൂടുതൽ എൻ്റെ നമ്മുടെ പാരൻസിനെയൊക്കെ പറയുമ്പോഴാണല്ലോ നമുക്ക് സങ്കടം വരിക. അതിൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഓർമ്മ ഇപ്പോഴും ഉള്ളത് 7 മാസം മുന്നത്തെ കാര്യം ഉണ്ടായിരുന്നു. ഇന്നുള്ളതെന്ന് വെച്ചാൽ എന്താണ്, നിന്റെ ഡാഡി ഫ്രീ ആണോ, അങ്ങനെ എന്തോ ഒരു കമൻറ്റ് വന്ന് അങ്ങനെ കുറച്ച് നമ്മുടെ ഫാമിലിനെ തൊടുമ്പോൾ നമുക്ക് പൊള്ളും. അങ്ങനെ പൊള്ളിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാനതൊന്ന് വിട്ട് പോട്ടെ, അതൊന്നും ഒരിക്കലും എൻ്റെ മുമ്പിലൊന്നും വിളിക്കില്ല. കമന്റിൽ പല ആൾക്കാർ പല അഭിപ്രായങ്ങളും. അതെ, അതുമാത്രമല്ല അവർക്ക് എന്നെ അറിയില്ല, അതാണ് അതിനെക്കാട്ടി ഏറ്റവും വലിയൊരു കാര്യം. ഇപ്പം എന്നെ നേരിട്ട് അറിയാന്നുള്ള ഒരാൾ ഒരിക്കലും എൻ്റെ കമന്റിൽ വന്ന് എഴുതൂലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം എൻ്റെ അതുപോലത്തെ ഒരു ബോണ്ടിങ് ആണ് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും എല്ലാവരുമായിട്ടുള്ളത്. അപ്പോൾ കമൻസിൽ ഇങ്ങനെ വന്ന സമയത്ത് അന്ന് ഞാൻ മൈൻഡ് ചെയ്തില്ല, റിപ്ലൈ ചെയ്തില്ല. പിന്നെ ആ സമയത്ത് എനിക്ക് അധികം ഞാൻ ജസ്റ്റ് ആസ് എ ഒരു ബിഗിനറായിരുന്നു ഇതിൽ. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പഴയ വീഡിയോസിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ റിയാക്ഷൻസ് വന്നു തുടങ്ങി. അത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇത് ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഈ കമൻ്റൊക്കെ വായിച്ചിട്ട് എൻ്റെ ഫാദറിനെ പറഞ്ഞ അതിൻ്റെ അടിയിൽ എന്തിനാണ് നിന്റെ അമ്മക്ക് ആലോചിക്കാനാണെന്ന് വരെയുള്ള കമന്റ്സ് വന്ന് തുടങ്ങി. ഫാൻസ് തിരിച്ച് കൗണ്ടർ ഇഷ്ടമുള്ള ആൾക്കാർ വന്നു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി ഞാൻ അന്ന് റിപ്ലൈ കൊടുക്കാണ്ടിരുന്നത് നന്നായി. കാരണം പുള്ളി ഡയറക്റ്റ് ആയിട്ടല്ല, ഒരു എഴുത്തായിരിക്കും എഴുതാം. ഞാൻ എല്ലാത്തിനും അങ്ങനെ എഴുതാൻ പോയാൽ കുറെ എഴുതേണ്ടി വരും. അപ്പൊ ഇപ്പൊ ആ നെഗറ്റീവ് കമന്റ്സിന്റെ എണ്ണം കുറഞ്ഞ് ഒരുപാട് നല്ല നല്ല എൻ്റെ സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ബാക്ക് സപ്പോർട്ടായിട്ട് വലിയൊരു ക്രൗഡ് ഉണ്ട്. എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയണമെന്നുണ്ട്. ഏറ്റവും ഫസ്റ്റ് എൻ്റെ ഫാമിലി, എൻ്റെ മദർ, ഗ്രാൻഡ് മദർ, അങ്ങനെ എൻ്റെ മൊത്തം ആൾക്കാർ എല്ലാവരുടെയും പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പിന്നെ അതിനെക്കാട്ടും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ റൈഡേഴ്സ് ഓഫ് കൊച്ചി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫുള്ള് എനിക്ക് വേണ്ടി 24/7 റെഡിയാണ്. ഞാൻ എന്ത് പറയാണ് അത് അതേപോലെ ചെയ്യാൻ. അതിൻ്റെ അഡ്മിനായിട്ടുള്ള നിതിൻ ചേട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ അവിടെ ഒരുപാട് ടീമുണ്ട് ഞങ്ങൾക്ക്, ലിയോ, ജയന്ത്, സെഫിൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള എന്നെ ഇപ്പോൾ ഞാനിവിടെ നിൽക്കണ എൻ്റെ ബാക്കിൽ എന്നെ ഇങ്ങനെ പിടിച്ച് നിർത്തിയാൽ വലിയൊരു ടീമുണ്ട്. അതിൽ മെയിനായിട്ട് ഫ്രിസ്ബീസ്, അതുപോലെ H2 ബൈക്സ്, പിന്നെ സ്റ്റാർ ട്രേഡിംഗ് കോർപ്പറേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ എക്സ്പെഡിഷൻ മോട്ടോർ സൈക്കിൾ, ഒത്തിരി പേരുണ്ട്. പിന്നെ ഷാഫില്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സാത്വിക ആയാലും അനുജേട്ടനായാലും ഇവരൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു മലയും തള്ളി മറിയാൻ പറ്റില്ല. ഉറപ്പായിട്ടും വേണമെങ്കിൽ പറയാം ഞാൻ ഇങ്ങനെ ഒറ്റക്ക് വഴിവെട്ടി വന്നെന്ന്. പക്ഷെ എൻ്റെ ലൈഫിൽ ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഇന്നും ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴും ഞാൻ പറയാണ്, ഫ്രണ്ട്ഷിപ്പാണ് എന്നെ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയത്. എനിക്ക് പറയാനുള്ളത്. ആരാ ശരി ലൈഫിൽ ആക്ച്വലി ഹീറോ, അങ്ങനെ ആരെങ്കിലും കൺസിഡർ ചെയ്യണം? ലൈഫിൽ ഹീറോനേക്കാൾ ഉപരി ഹീറോയിൻ എന്ന് പറയണായിരിക്കും കുറച്ചുകൂടെ നല്ലത്.
എനിക്ക് ഏകദേശം ഒരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 മാസമുള്ളപ്പോൾ എൻ്റെ ഫാദർ മരിച്ചുപോയി. ആ സമയം തൊട്ട് ഇന്ന് 26 കൊല്ലം, എനിക്കിപ്പോൾ 26, ഈ വർഷം 27 ആവും. 26 കൊല്ലങ്ങൾക്ക് ഇപ്പുറം ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മ കാരണം. അപ്പോൾ അത്ര ഒരു ബോൾഡ് ലേഡിയുടെ മകനായതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞ ഒരു ഹീറോനെക്കാളും ഒരു ഞാൻ ഹീറോയിനാണ് എൻ്റെ ലൈഫിലെ എന്നും. പിന്നെ ഞാൻ ഒരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, മാർഷൽ ആർട്സ്. അതെ, ട്രെയിൻഡ് ആണോ? ആ ട്രെയിൻഡാണ്. ട്രെയിൻഡാണ്. ഏകദേശം ഏത് ഫോം ഓഫ് മാർഷൽ ആർട്സ് ആണ് ട്രെയിൻ? 5 മാർഷൽ ആർട്സ് എനിക്കറിയാം. ഓ, ട്രെയിൻഡ് ആണ്. പ്രാക്ടീസും ചെയ്യണ്ടേ? പ്രാക്ടീസും ചെയ്തിരുന്നു കുറച്ചൊരു 7 മാസം മുന്നേ വരെ. ഈ വ്ളോഗിങ്ങിലേക്ക് വന്നതിന് തൊട്ട് മുമ്പ് വരെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇതിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ക്ലാസ് 8 to 10 ആണ്. 8 o'clock to 10 o'clock ക്ലാസ് ടൈമിൽ എനിക്ക് എത്താൻ പറ്റാതെ വരുന്ന സാഹചര്യം. കുറച്ചും കൂടെ രാത്രിയാകും, ചിലപ്പോൾ 2 മണി, രാവിലെ 3 മണിയൊക്കെ തിരിച്ചെത്തും. ചിലപ്പോൾ ബൈക്സ് എടുക്കാൻ പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഷൂട്ടിന് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ അങ്ങനെ ട്രാവലിംഗ് കൂടിയതുകൊണ്ട് എത്തിപ്പെടാൻ പറ്റണില്ല. എത്ര വർഷം പഠിച്ചു മാർഷൽ ആർട്സ്? ഏകദേശം എനിക്ക് തോന്നുന്നത് എൻ്റെ ഫ്രണ്ട് അനന്തുവാണ് ആദ്യം മാർഷൽ ആർട്സ് എനിക്ക് ഒരു ക്രേസ് ഉണ്ടാക്കി തന്നത്. എനിക്ക് തോന്നുന്നു 2013-14 കാലഘട്ടങ്ങളിലായിരിക്കും ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടുത്തെ ഏറ്റവും ഹോസ്റ്റസ് സ്റ്റുഡൻറ്റ് ഞാനാണ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് അത്യാവശ്യം കോമ്പറ്റീഷനിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ല. മെയിൻലി പ്രാക്ടിക്കൽ ടൈം ഒരു പ്രശ്നം. ഞാൻ ജോലിയും ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. പിന്നെ എനിക്ക് റെസ്ലിംഗ്, കിക്ക് ബോക്സിങ്, വിഞ്ചുൻ കുൻഫു, ഡ്രാഗൺ കുൻഫു, പിന്നെ ഊഷു. അതിപ്പോൾ എല്ലാവർക്കും ഒട്ടുമിക്കവർക്കും അറിയാം ഊഷു എന്ന് പറഞ്ഞാൽ. അതും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അടിപൊളി, നല്ല ഔട്ട്ഫിറ്റ് ആണല്ലോ. ഇത് ഒരു ഔട്ട്ഫിറ്റ് കോസ്റ്റ്യൂം ചോദിക്കുന്നത് എല്ലാവരുടെ ഒരു ശീലമാണ്. ഇത് ടോട്ടൽ ഔട്ട്ഫിറ്റ് വർത്ത് കോസ്റ്റ് ഒന്ന് പറയാമോ? ഇതൊന്നും ഞാൻ മേടിച്ചതല്ല, ഇത് മമ്മി മേടിച്ചു തന്നത്. ഇതെൻ്റെ ഗ്രാൻഡ് മമ്മ മേടിച്ചു തന്നത്. ഇതെൻ്റെ ROCയുടെ അഡ്മിനായിട്ടുള്ള നിതിൻ ചേട്ടൻ്റെ ഗിഫ്റ്റാണ്. പിന്നെ ഇതെൻ്റെ അളിയൻ മേടിച്ചു തന്നത്. അപ്പൊ സ്വന്തമായിട്ടൊന്നും ഇല്ലെന്ന് ചോദിക്കണേ കഥ. ഞാൻ എന്താ ആഗ്രഹിച്ചാലും, ഞാൻ എന്തെങ്കിലും പറയണ മുമ്പ് തന്നെ എനിക്കിങ്ങനെ ഗിഫ്റ്റ് എപ്പോഴും എല്ലാവരുടെ ഭാഗത്തുനിന്നും. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയണത് H2 നിസാബുക്ക എൻ്റെ ലൈഫിൽ നല്ലൊരു ചേഞ്ച് കൊണ്ടുവന്നതിൽ പുള്ളിക്ക് വലിയൊരു സ്ഥാനം തന്നെ പുള്ളി വഹിക്കുന്നുണ്ട്. അടിപൊളി. എന്തായാലും ഇനിയും കൂടുതൽ നന്നായി വിവരങ്ങളിലേക്ക് എത്തട്ടെ. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറായിട്ട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് കണ്ടു, ഇഷ്ടംപോലെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനിയും സൂപ്പർ പരിപാടികളും സൂപ്പർ ബൈക്സും ഒക്കെ ആയിട്ട് അടിപൊളിയായി പോട്ടെ. അപ്പോൾ റോജൻ ബ്രോ ഇത്ര നേരം നമ്മളൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിൽ ரொம்ப നന്ദി. ഇനിയും കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യട്ടെ, കൂടുതൽ സൂപ്പർ ബൈക്സും എല്ലാവരും കൊടുക്കട്ടെ. അതെ, ഞാൻ ടൈഗർ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു ടൈഗർ എടുത്താൽ കൊള്ളാമെന്നുണ്ട്. അതിപ്പോഴല്ല, പഴയ മോഡൽ ടൈഗർ എനിക്ക് ഒരെണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാം അതിനാവശ്യമുള്ളപ്പോൾ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.